അപ്പൊ ഇനി നോക്കാൻ പോകുന്നത് വേരിയബിൾസ് ജാങ്കോയിൽ എങ്ങനെ വേരിയബിൾസ് സെറ്റ് ചെയ്യുന്നതും ഡേറ്റ പാസ് ചെയ്യുന്നതും വേരിയബിൾസിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് ഫിൽറ്റേഴ്സും ഡേറ്റ പാസ് ചെയ്യുന്ന രണ്ട് രീതിയും പിന്നെ ഇഫ് ടാഗും ഇഫ് ടാഗ് ഇഫ് എൽസ് ടാഗ് ഇഫ് എലിഫ് ടാഗ് പിന്നെ ഫോർ ലൂപ്പ് ഇത്രയും ടാഗുകൾ എങ്ങനെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഡേറ്റ പാസ് ചെയ്യാം. അപ്പൊ ഡേറ്റാസ് പാസ് ചെയ്യുന്നത് വ്യൂവിൽ നിന്ന് കറസ്പോണ്ടിങ് ടെംപ്ലേറ്റിലോട്ട് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് HTML-ലോട്ടാണ് നമ്മൾ ഡേറ്റാസ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഡേറ്റാസ് പാസ് ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഡിക്ഷണറി ഇവിടുന്ന് പാസ് ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ഒരു ഡിക്ഷണറി പാസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ ഒരു വേരിയബിൾ സെറ്റ് ചെയ്തിട്ട് ആ മുകളിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ആ വേരിയബിൾ മുകളിൽ ഒരു ഡിക്ഷണറി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വേരിയബിൾ ഇവിടെ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുക. രണ്ട് രീതിക്കും ചെയ്യാം. ഫസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്ത് അതിനകത്തൊരു കീ വാല്യൂ പെയർ എഴുതുകയാണ് നൈം, അതിനകത്തൊരു വാല്യൂ കൊടുക്കുകയാണ് അമൽ. എന്നിട്ട് ഞാൻ ഈ ഒരു പേര് index.html ആണ് എനിക്ക് ലോഡ് ചെയ്ത് കാണിക്കാനുള്ളത്. അപ്പോൾ ഒരു വേരിയബിൾ ആക്സസ് ചെയ്യണം അല്ലെങ്കിൽ ഡേറ്റ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് വേരിയബിൾ ടാഗ്. വേരിയബിൾ ടാഗ് എന്ന് വെച്ചാൽ ഒരു കള്ളി ബേഴ്സിന്റെ അകത്ത് ഒരു കള്ളി ബേഴ്സ്, ഇതാണ് വേരിയബിൾ ടാഗ്. ഈ വേരിയബിൾ ടാഗിനകത്ത് കറസ്പോണ്ടിങ് കീ പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഇവിടുത്തെ കീ പാസ് ചെയ്ത് കൊടുക്കണം അമൽ, ചമലല്ല നൈം. എന്നിട്ട് ഞാൻ ഒന്ന് സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എനിക്ക് അമൽ ഒന്ന് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഡേറ്റ പാസ് ചെയ്യുന്നത്. ഇപ്പൊ ഏറ്റവും നല്ല വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു വേരിയബിൾ സെറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ വെബ്സൈറ്റും വേറെ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നേരത്തെ കോൺടാക്ട് എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം യൂസ് ചെയ്യാം. ഞാൻ ഡേറ്റ എന്ന് യൂസ് ചെയ്യുന്നു. നമുക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം, കൺഫ്യൂഷൻ ആവാതിരുന്നാൽ മതി. എന്നിട്ട് ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് ആ ഡേറ്റ പാസ് ചെയ്യാണ് ചെയ്യുന്നത്. അമൽ സെമി കോളൻ ഒരു വാല്യൂ അമൽ കോമ അടുത്തൊരു പേര് ഏജ് അത് കണക്ക് 23. ഇവിടെ ഈ സ്ട്രിങ് നമ്പർ മാത്രമല്ല ഏത് വാല്യൂ ആണെങ്കിലും പാസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സാലറി ഉണ്ടെങ്കിൽ സാലറി, അതുകൊണ്ടെങ്കിൽ എനിക്കിപ്പോ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ വല്ലതും കൊടുക്കാം. ഇഷ്ടമുള്ള ഒരു വാല്യൂ കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇനിയിപ്പോ ലിസ്റ്റ് ആണ് പാസ് ചെയ്യണമെങ്കിൽ ലിസ്റ്റ് പാസ് ചെയ്ത് കൊടുക്കാം. ലിസ്റ്റിനകത്ത് ഇപ്പൊ എന്ത് പാസ് ചെയ്ത് കൊടുക്കാം, അമല്, അതുല്യ, അനസര, നാഫിൽ. അപ്പൊ നമുക്ക് എങ്ങനത്തെ ഡേറ്റ വേണമെങ്കിലും നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. സ്ട്രിങ് നമ്പർ എന്ന് മാത്രമല്ല ഏത് ഡേറ്റ ടൈപ്പ്, ടൂപ്പിൾസ് ആണെങ്കിൽ ടൂപ്പിൾസ് പാസ് ചെയ്യാം, ഡിക്ഷണറി ആണെങ്കിൽ ഡിക്ഷണറി പാസ് ചെയ്യാം, ഏത് ടൈപ്പ് ഡേറ്റാസും പാസ് ചെയ്യാം. അത് നിങ്ങളെ പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങളെ പ്രോജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് ടൈപ്പ് ഡേറ്റാസ് ആണ് പാസ് ചെയ്യുന്നത്. നമ്മൾ പൊതുവെ നമ്മുടെ ഡേറ്റാ ബേസ് എന്ന് പറഞ്ഞ ഡേറ്റാസ് ഒക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പാസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നും ഫെച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, വെൽക്കം ദ പേജ് എന്ന് കൊടുക്കാം. താഴെ വന്നിട്ട് H2ന്റെ അകത്ത് വേരിയബിൾ നൈം അത് കണക്ക് ഓരോന്നും നമുക്ക് എടുത്ത് വയ്ക്കാം. ഓക്കെ, 5 4 ഓക്കെ, നൈമായി. അത് കണക്ക് ഏജ്, അടുത്ത കീ ഏതാണ്, സാലറി, അടുത്തൊരു കീ ലിസ്റ്റ്. വേണമെങ്കിൽ ഒരു കീയും കൂടി പാസ് ചെയ്യാം, ഒരു സെന്റൻസ് എന്നും പറഞ്ഞൊരു കീ പാസ് ചെയ്യാം. അമൽ ഓക്കെ, പാസ് ചെയ്തു. ഇനി നമുക്കൊന്ന് ഇവിടെ വന്നിട്ട് ആ കീയും കൂടി നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കാം. റീഫ്രഷ് ചെയ്തപ്പോ അമല് മാത്രമേ വന്നോള്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഈ ഡിക്ഷണറി ഡയറക്റ്റ് പാസ് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് പാസ് ചെയ്തില്ല. ഓക്കെ, അതൊന്ന് മാറ്റിയിട്ട് ഇവിടുത്തെ ഈ വേരിയബിൾ ഒന്ന് പാസ് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്ന് റീഫ്രഷ് ചെയ്താൽ മതി, എല്ലാ ഡീറ്റെയിൽസും വരും. ആദ്യത്തെ കീ വന്നു, രണ്ടാമത്തെ കീ വന്നു, മൂന്നാമത്തെ കീ വന്നു, നമ്മളെ ലിസ്റ്റ് വന്നു, നമ്മൾ കൊടുത്ത സെന്റൻസ് വന്നു. അപ്പൊ ഇങ്ങനെയാണ് ഡേറ്റാസ് പാസ് ചെയ്യുന്നത്. ഇനി ഇതിലെ കുറച്ച് ഫിൽറ്റേഴ്സ് നോക്കാം. അപ്പൊ ആദ്യത്തെ ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെ അപ്പർ കേസ് ലോവർ കേസ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന ഫിൽറ്ററിന്റെ പേരാണ് അപ്പർ ലോവർ. അപ്പൊ അപ്പർ ലോവർ. അപ്പൊ ഫിൽറ്റർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വേരിയബിളിന്റെ കൂടെ ഈ ഒരു ചിഹ്നത്തിന് എന്താ പറയാ, നമ്മളെ ഈ ഓർ കൊടുക്കത്തില്ലേ, ബാക്ക്വേർഡ് സ്ലാഷിന്റെ കൂടെ ഉള്ള ഒരു കീ ആണ് നമ്മൾ എന്റർ തൊട്ടുള്ള കീ. ഈ ഒരു സിമ്പിളിന്റെ പേര് എനിക്ക് അറിയത്തില്ല, ബാർ ആണ് അല്ലെന്ന് തോന്നുന്നു. ഇതിനാണ് ഫിൽറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ചിഹ്നം കൊടുക്കണം. ആ പേര് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം. ഇതൊരു ഞാൻ ഓറിന് വേണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അത് സ്ലാഷ് ആണ് ബാർ ആണ്. എന്തായാലും ഈ ഒരു ചിഹ്നം എന്ററിന്റെ മേലുള്ളത് അല്ലെങ്കിൽ കളറി ബേസിന്റെ റൈറ്റ് ഹാൻഡ് കളറി ബേസിന്റെ തൊട്ടപ്പുറത്തുള്ള കീ ആണ്, അല്ലെങ്കിൽ ബാക്ക് സ്പേസിന്റെ താഴെയുള്ള കീ. ഓക്കെ, ഇത് കൊടുത്തിട്ട് വേണം നമ്മൾ ഫിൽറ്റേഴ്സ് കൊടുക്കാനുള്ളത്. ആദ്യത്തെ ഫിൽറ്ററാണ് ഞാൻ യൂസ് ചെയ്യാൻ പോണത് അപ്പർ യൂസർ ചെയ്യുമ്പോൾ കണ്ടോ
അപ്പർ കേസിലോട്ട് വർക്ക് ആവും. ഇനി എനിക്ക് ലോവർ കേസിലോട്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലോവർ എന്നുള്ള ഫിൽട്ടർ യൂസ് ചെയ്താൽ മതി. ലോവർ. ഓക്കെ. ഇനി അടുത്തൊരു ഫിൽട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു ഡേറ്റ പാസ് ചെയ്ത് തുടക്കത്തിൽ ആ ഡേറ്റ എം ഡി ആയിരിക്കും. പിന്നെ എന്തെങ്കിലും പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഡേറ്റ കാണിക്കത്തുള്ളൂ. കാണിക്കത്തുള്ളൂ. പക്ഷെ അവിടെ എനിക്ക് എന്തെങ്കിലും ഡിഫാൾട്ട് ആയിട്ട് വല്ലതും കൊടുക്കണം. അല്ലെങ്കിൽ ഡിഫാൾട്ട് ഒരു ഡേറ്റ സെറ്റ് ചെയ്യണം. ഒരു വേരിയബിളിനെ ഡിഫാൾട്ട് ആയിട്ട് ഡേറ്റ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫിൽട്ടറാണ് ഡിഫാൾട്ട്. ഇപ്പൊ എന്റെ നൈമിന്റെ അകത്ത് ഒന്നുമില്ല. അപ്പൊ ഞാൻ ഡിഫാൾട്ട് ആയിട്ട് ഒരു വാല്യൂ സെറ്റ് ചെയ്യുകയാണ്. മെയിൽ എന്നോ എന്തെങ്കിലും ഡിഫാൾട്ട് ആയിട്ട്. അല്ലെങ്കിൽ ഇവിടെ ഞാൻ പേര് കൊടുക്കുകയാണ് നൈം. എന്തെങ്കിലും ഡിഫാൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫാൾട്ട് എന്ന ഫിൽട്ടർ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി പഴയ കണക്കാക്കാൻ പോവുകയാണ്. എന്റെ പേര് കൊടുത്തു. എന്നിട്ട് ഇനി എന്റെ ആ പേരിന്റെ കൂടെ എനിക്ക് എന്തെങ്കിലും ഒരു പേര് ലാസ്റ്റ് നെയിമോ വേറെ എന്തെങ്കിലും പേരും കൂടി ആഡ് ചെയ്യണമെങ്കിൽ അപ്പൻഡ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ കോൺകാറ്റിനേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ആഡ് ഫിൽട്ടർ യൂസ് ചെയ്യാം. ആഡ് ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് അതിന്റെ സിന്റാക്സ് ആഡ് ഫിൽട്ടർ ആഡ് കോളൻ സിംഗിൾ കോഴ്സോ ഡബിൾ കോഴ്സിനകത്തോ എന്ത് കണ്ടന്റ് ആണോ അതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ള അതങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ കൃഷ്ണ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റീഫ്രഷ് ചെയ്യുമ്പോൾ കണ്ട നമ്മൾ കൃഷ്ണ. അപ്പൊ അതാണ് ആഡ് ആഡ് ഫിൽട്ടറിന്റെ ഒരു പ്രത്യേകത. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അമലിന്റെ എ വലുതാക്കണം. ആദ്യത്തെ ക്യാരക്ടർ മാത്രം എനിക്ക് എന്ത് ചെയ്യണം? അപ്പർ കേസ് ആക്കണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്യാപ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുമ്പോൾ കണ്ട ആദ്യത്തെ ലെറ്റർ മാത്രം ഫസ്റ്റ് ആയിട്ട് വരും. ഇനി എനിക്ക് ഈ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് അറിയണം. ഇപ്പൊ ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറയാൻ നേരത്ത് 4 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ലെങ്ത് അറിയണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലെങ്ത്. ഇപ്പൊ കറണ്ട് പോയതുകൊണ്ട് എന്റെ ക്യാമറ ഓഫ് ആയി. ഓക്കെ, അതോട് ഇപ്പൊ ലെങ്ത് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്യും. നമ്മൾ ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് അറിയാൻ വേണ്ടി. ഇനി എനിക്ക് ഈ ഒരു സെന്റൻസിന്റെ കൗണ്ട്, വേർഡിന്റെ കൗണ്ട് അറിയണമെങ്കിൽ ആ ഒരു സെന്റൻസിന്റെ വേർഡിന്റെ കൗണ്ട് അറിയണമെങ്കിൽ എനിക്ക് എന്ത് ഫിൽട്ടർ യൂസ് ചെയ്യാം? വേർഡ് കൗണ്ട് എന്നുള്ളൊരു ഫിൽട്ടർ യൂസ് ചെയ്യാം. വേർഡ് കൗണ്ട് എന്ന ഫിൽട്ടർ യൂസ് ചെയ്താൽ 4 എന്ന് കാണിക്കും. കാരണം 4 വാക്കാണ് ഉള്ളത്. അയാം, അമലേയം, അല്ലെങ്കിൽ എം എടുത്ത് കളയാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് ഫിൽട്ടേഴ്സ്. അപ്പൊ ഇതല്ല, ഇനിയും ഉണ്ട് കുറച്ച് ഫിൽട്ടേഴ്സ്. അപ്പൊ അത്യാവശ്യം അറിയാനുള്ള ഫിൽട്ടേഴ്സ് ഇതൊക്കെ മതി തൽക്കാലം. കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി. പിന്നെ ഫയൽ സൈസ് ഫിൽട്ടർ ഉണ്ട്. അങ്ങനെ കുറച്ച് തോന്നിയ ഫിൽട്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ തൽക്കാലം ഇത്രയൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ വേരിയബിൾ എങ്ങനെ സെറ്റ് ചെയ്യണതും അതിലെ ഫിൽട്ടേഴ്സ് എങ്ങനെ യൂസ് ചെയ്യണമെന്നും പഠിച്ചു. ഇനി ഒരു ഫിൽറ്ററും കൂടി അത് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഇവിടെ ലിസ്റ്റ് വരാൻ നേരത്തെ എനിക്ക് ലിസ്റ്റിലെ ഈ അമൽ എന്നുള്ള വാല്യൂ മാത്രം എനിക്ക് പ്രിന്റ് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പൊ ലിസ്റ്റിനെയൊക്കെ നമ്മൾ സ്ലൈസ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ സ്ലൈസ് ചെയ്യണം എങ്ങനെയാണ്? പൊതുവെ സ്ലൈസ് ചെയ്യണം എങ്ങനെയാണ്? സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0. ഞാൻ റീഫ്രഷ് ചെയ്ത് ഇല്ല. പൊതുവെ നമ്മൾ സ്ലൈസ് ചെയ്യണം എങ്ങനെയായിരിക്കും? ഇപ്പൊ ലിസ്റ്റ് ഒക്കെ വരാൻ നേരത്തെ സ്ലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫിൽട്ടർ ആണ് സ്ലൈസ് എന്ന ഫിൽട്ടർ. അതിനകത്ത് കോളം ഇട്ടിട്ട് പറഞ്ഞു കൊടുക്കണം ഏത് വാല്യൂ ആണ്. അപ്പൊ എനിക്ക് ആദ്യത്തെ വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ 0:1 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അമലെന്ന് കിട്ടും. ഇനി എനിക്ക് രണ്ടാമത്തെ വേർഡാണ് കിട്ടാനുള്ളതെങ്കിൽ 1:2 കൊടുക്കണം. അതിൽ എനിക്ക് മൂന്നാമത്തെ വേർഡാണ് കിട്ടണമെങ്കിൽ 2:3 കൊടുക്കണം. അനശ്വര. അപ്പൊ സ്ലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ സ്ലൈസ് ചെയ്യണ ഫിൽട്ടർ നമുക്ക് എവിടെ യൂസ് ചെയ്യാം? ലിസ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതേ കണക്ക് കുറച്ചുള്ള ഫിൽട്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത് നോക്കിയാൽ മതി. ഇനി നമുക്ക് ടാഗ്സ് നോക്കാം. അപ്പൊ 2 ടാഗാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് ഇഫും ഫോർ ലൂപ്പും. ഓക്കെ, ഇഫ് എന്ന് പറയുന്ന നേരത്ത് ഒന്നുമില്ല. ഇങ്ങനെയാണ് അതിന്റെ ഒരു സിന്റാക്സ്. ഇങ്ങനെയാണ് സിന്റാക്സ്. അപ്പൊ നമ്മൾ ഇതിനുള്ള ടാഗ്സ് ജാങ്കോയിൽ ടാഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിനൊരു ഓപ്പണിംഗും കാണും, അതിന് ക്ലോസിംഗ് കാണും. ക്ലോസിംഗിൽ എപ്പോഴും എൻഡ് ഏത് ടാഗ് ആണോ ആ ടാഗ് സ്പെസിഫൈ ചെയ്യണം. ഇവിടെ ഞാൻ ഇപ്പൊ ബ്ലോക്ക് എടുക്കുകയാണ്. ബ്ലോക്ക് എടുക്കാൻ നേരത്ത് നോക്കുക ഇത് ഓപ്പണിംഗ് ആയിരിക്കും. എൻഡിങ്ങിൽ നോക്കിയാണ് ബ്ലോക്ക്, എൻഡ് ബ്ലോക്ക്. ബ്ലോക്കിന് നൈം കൊടുക്കണോണ്ടാണ് നമ്മളിവിടെ നൈം കൊടുത്തത്. ഇഫിനും അതെനക്ക് ഫോറിനോ നൈമിന്റെ ആവശ്യമൊന്നും ഇല്ല. അപ്പൊ ഇത് ഓപ്പണിംഗ് ആയിരിക്കും, ഇത് ക്ലോസിംഗ് ആയിരിക്കും. ഇപ്പൊ ഞാൻ അവിടെ ഒരു കണ്ടീഷൻ എഴുതുകയാണ്. എന്റെ ലിസ്റ്റിന്റെ അകത്ത് അമൽ എന്നൊരു പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മെസ്സേജ് കാണിക്കണം, ട്രൂ ദ നൈം ഈസ് ദയർ. അമൽ എന്നൊരു പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ ലിസ്റ്റിൽ അത് ട്രൂ എന്ന് കാണിക്കണം. അപ്പൊ എന്തായാലും ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. യെസ്, ട്രൂ. കാരണം എന്റെ ലിസ്റ്റിന്റെ അകത്ത് അമൽ എന്നൊരു പേരുണ്ട്. ഈ സ്ലൈസ് എടുത്ത് കളയുമ്പോൾ നമുക്ക് ലിസ്റ്റ് കൊടുക്കും. അമൽ ട്രൂ. ഇനി അത് കണക്ക് നമുക്ക് എൽസും സെറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അമൽ എന്നൊരു പേരുണ്ടെങ്കിൽ
ട്രൂ ആയിരിക്കണം. അമൽ എന്ന പേരില്ലെങ്കിൽ എന്ത് ചെയ്യണം? വേറെ ഇൻവാലിഡ് നെയിം എന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ നെയിം ഇല്ലെന്ന് കാണിക്കണം. അപ്പൊ ഞാൻ എൽസ് എഴുതിയിട്ട് എൽസിന് എന്റെ എൽസ് എന്ന് പറഞ്ഞൊന്നും ഇല്ല. അതാണെങ്കിൽ എൽസിഫിനും എന്റെ എൽസിഫ് എന്ന് പറഞ്ഞൊന്നും ഇല്ല. ഇൻവാലിഡ് റിക്വസ്റ്റ് എന്തെങ്കിലും പേരെ കൊടുത്താൽ ഓക്കെ, സോറി. പിന്നെ ഇവിടെ അമല എന്ന് കൊടുക്കുകയാണ്. ഞാൻ ഇപ്പൊ ഇവിടെ കണ്ടീഷൻ എഴുതുകയാണ്. അമല എന്നൊരു പേര് എന്റെ ലിസ്റ്റിനകത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലിസ്റ്റിനകത്ത് ഉണ്ടെങ്കിൽ ട്രൂ എന്ന് കാണിക്കണം, ഇല്ലെങ്കിൽ ഇൻവാലിഡ് റിക്വസ്റ്റ് എന്ന് കാണിക്കണം. ഓക്കെ, ഇൻവാലിഡ് റിക്വസ്റ്റ്, കാരണം എന്റെ ലിസ്റ്റിനകത്ത് അമല എന്നൊരു പേരില്ല. പിന്നെ ഇപ്പൊ നാഫിൽ എന്ന് കൊടുക്കുകയാണ്. നാഫിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ട്രൂ എന്ന് കിട്ടും, കാരണം അങ്ങനത്തെ ഒരു പേര് എന്റെ ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ചെയ്യാനുള്ള? അപ്പൊ ഓക്കെ, അപ്പൊ അത് കണക്ക് ഇനി എൽസിഫ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ എൽസിഫിനകത്ത് ഫോർമാറ്റ് ഇങ്ങനെയാണ്. വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് അടുത്ത കണ്ടീഷൻ കൊടുക്കുക. ഇതിനകത്ത് അതുല്യ എന്നൊരു പേരുണ്ടെങ്കിൽ, എന്റെ ലിസ്റ്റിനകത്ത് അതുല്യ എന്നൊരു പേരുണ്ടെങ്കിൽ ആ, ഒരു മീൻസ് ഒരു ഔട്ട്പുട്ട് കൊടുക്കണം. ട്രൂ ദിസ് നെയിം ഈസ് ആൾസോ ദയർ. ഇനി നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓ സോറി, കാരണം ആദ്യത്തെ കണ്ടീഷൻ ശരിയായി പോയി, അതുകൊണ്ടാണ് ഈ ഒരു എറർ വന്നത്. ഇപ്പൊ ഒരു പേര് ഒരു എസും കൂടി അടിച്ചു തരിക. അപ്പൊ എന്തായാലും രണ്ടാമത്തെ എൽസിഫ് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ട്രൂ ദ നെയിം ഈസ് ആൾസോ ദയർ. ആദ്യത്തെ കണ്ടീഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഏത് വർക്കാവും? എൽസിഫിലുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്തത്. ആ കണ്ടീഷന് ഫെയിൽ ആയി കഴിഞ്ഞാൽ നേരെ പോകും എൽസിന്റെ. അപ്പൊ ഇതാണ് ഇഫ്. ആദ്യത്തെ ടാഗ് ഇഫിന്റെ സംഭവം. ഇഫും എൽസിഫും എൽസ്. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ലൂപ്പ് ആണ്. ഇപ്പൊ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിന്റാക്സ് ഇങ്ങനെയാണ്. നമുക്ക് കൂടുതലും ലിസ്റ്റും ഡേറ്റാബേസ് എന്ന് പറഞ്ഞ ഡേറ്റാസ് ഒക്കെ നമുക്ക് ഫോർ ലൂപ്പ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡേറ്റാസ് പോയിന്റ് ഔട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇവിടെ പറയണ എന്റെ ലിസ്റ്റിലുള്ള വാല്യൂസ് ഞാൻ ഇപ്പൊ പോയിന്റ് ചെയ്യാൻ വേണ്ടി ഐറ്റം എന്ന് കൊടുക്കുകയാണ്. അപ്പൊ എന്റെ ഓരോ ലിസ്റ്റിലുള്ള ഐറ്റമിനെ നമുക്ക് എന്റെ ഓരോ ലിസ്റ്റിലുള്ള എലമെന്റ്സിനെ എനിക്ക് ഐറ്റം വെച്ചിട്ട് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ടാഗിന്റെ അകത്ത് H3 ടാഗിന്റെ അകത്ത് കൊടുക്കുകയാണ്. വേരിയബിൾസിനകത്ത് ഐറ്റം റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട എനിക്ക് ലിസ്റ്റുള്ള ഓരോ വാല്യൂസും ഇങ്ങനെ താഴ്ത്താൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളു. എന്താണ് വേരിയബിൾസ് എങ്ങനെ വേരിയബിൾസ് എങ്ങനെ പാസ് ചെയ്യാൻ പറ്റും, അതിലെ കുറച്ച് ഫിൽറ്റേഴ്സ്, പിന്നെ രണ്ട് ടാഗ്സ് ഇഫും ഫോർ ലൂപ്പും. ഇതാണ് ബേസിക്. ജസ്റ്റ് ഒന്ന് അറിയാനുള്ള കുറച്ച് കാര്യമാണ്. ഇത് നമ്മളെ പ്രോജക്റ്റ് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത്ര മാത്രമുള്ള ഫിൽറ്റേഴ്സ്, ഇനിയും ഫിൽറ്റേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ ഗൂഗിൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തൊക്കെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഓരോന്ന് ചെയ്യുമ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുക.